അനശ്വരൻ നിവിനുമായിട്ട് ആദ്യമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ലപോലെ നല്ല വർക്കൗട്ടായി പോയിട്ടുണ്ട്. നല്ല രസമായിരുന്നു. അത് കോമഡി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ എല്ലാ തരം പാർട്ടിക്കാരെയും ചെറുതായിട്ട് കലയാക്കുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു രസത്തിൽ നമുക്ക് കണ്ടിരിക്കാവുന്നുള്ളൂ. പിന്നെ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും ആടുജീവിതത്തിലെ മറ്റേ നജീബിൻ്റെ ഒരു എൻട്രി പോലെ എനിക്ക് തോന്നി. പക്ഷേ ആടുജീവിതം പോലെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കഥയല്ല, അതേയല്ല കോമഡി ഉണ്ടാക്കി പോണ ഒരു സെക്കൻഡ് ഹാഫാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സ് എത്തിയപ്പോൾ ഒരു ഇമോഷണൽ, അതായത് മോട്ടിവേഷൻ എന്ന രീതിയിലൊക്കെ, അതായത് മറ്റേ അഗ്നിച്ചെറുകൾ ആ ബുക്കിൻ്റെയൊക്കെ ഇൻസ്പിറേഷനൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. എന്തായാലും രസമായിട്ട് വന്നിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും കിട്ടുന്നതാണ്. മറ്റേ ടീംബോയുടെ നല്ല ഗംഭീരമായ പെർഫോമൻസ്. എന്തായാലും തിയേറ്റർ വാച്ചുകളായിട്ട് എനിക്ക് തോന്നി നല്ലതാണ്. ഓൾറെഡി കംബാക്ക് വന്നതാണ്. ഒന്നും കൂടി ഒരു തിരിച്ചുവരവ് നിവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് മലയാളികൾക്ക് ഒരു പുതിയൊരു കോമ്പോയും കൂടി കിട്ടി. നിവിൻ ധ്യാൻ എന്നുള്ളൊരു കോമ്പോ. യൂഷ്വലി നമ്മൾ നിവിൻ രാജു എന്നുള്ളൊരു കോമ്പോ ആയിരുന്നു, പക്ഷേ ഇപ്പം നമുക്ക് നിവിൻ ധ്യാൻ എന്നുള്ളൊരു കോമ്പോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. ജെയ്ക്സ് ബിജോയുടെ കിടിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നമുക്ക് പല നോർമൽ മൊമെൻറ്റ്സ് പോലും നമുക്ക് ഭയങ്കര ഒരു ഗൂസ് ബംസ് കിട്ടുന്നത് ആ ബീജത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടിട്ടാണ്. പിന്നെ ഷാരിസ് മുഹമ്മദിൻ്റെ അടിപൊളി എഴുത്തും ഡിജോയുടെ അടിപൊളി ഡയറക്ഷനും കൂടി കൂടിയപ്പോൾ മലയാളി ഫിലിം ഇന്ത്യ 2024 അടുത്തൊരു ഹിറ്റാണ്. ലാഗില്ല, നമുക്ക് ബോറടിക്കില്ല. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ സീരിയസ് ആയിട്ട് ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നു. രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല, എന്താണ് ഞാൻ പറയുന്നില്ല, പറഞ്ഞതിന് സ്പോയിലറോ. ജനഗണമണി അങ്ങനെയായി ഒരു പൊളിറ്റിക്കൽ ടോപ്പിക് ഉണ്ടായി. ഇതെന്താണ് നിവിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. ഫസ്റ്റ് ഹാഫ് പോയി കോമഡിയാണ്. ധ്യാൻ ഫസ്റ്റ് ഹാഫിലെ മെയിലുള്ളൂ, സെക്കൻഡ് ഹാഫിൽ ധ്യാൻ അങ്ങനെയല്ല. ക്ലൈമാക്സ് ആകുമ്പോൾ സെൻറ്റിമെൻറ്റ്സിലുണ്ട്. അത് ഫസ്റ്റ് ഹാഫിലെ മെയില് വരുന്നത് അത് നന്നായി ചെയ്തിട്ടുണ്ട്. കോമഡിയാണ് ഫസ്റ്റ് ഹാഫ്, ശരിക്കും കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിലെത്തുമ്പോൾ സെൻറ്റിമെൻറ്റ്സിൽ വരുന്നുണ്ട്. നല്ലൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് തമാശ രീതിയിലാണ് പറഞ്ഞത്, തമാശ പറഞ്ഞുള്ളൂ. പിന്നെ നിവിൻ്റെ ശക്തമായ കമ്പാക്കാണ്. പിടിച്ചെടുത്തോ, യാതൊരു ലാഗൊന്നുമില്ല. നല്ല പടമായിരുന്നു. നീർക്കോളിയുടെ ഒരു ഫൺ ഹ്യൂമർ, ആ ഒരു പഴയ മൂടൊക്കെ കിട്ടുന്ന ഒരു ഞാനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. ഞാനും ബാക്കിയുള്ള നല്ല വർക്കായിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈം ആകുമ്പോൾ ആ ഒരു പോകാൻ നല്ല വർക്കായിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ഹാഫ് എങ്ങനെയാണ് പടം ജേണി സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റും? അയ്യോ, ഞാൻ ആളല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാമിൽ എന്ന് പറഞ്ഞിട്ട് അവനെ അഭിനയിച്ചിട്ടുണ്ട്. ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ, എനിക്കിഷ്ടമായി. പിന്നീട് എന്തോ പെട്ടെന്നൊരു സീരിയസ് ആയ അമ്മ, അല്ലെങ്കിൽ കരയുന്ന അമ്മ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന അമ്മ മാത്രമായിട്ട് മാറിയിട്ടുണ്ടോ കുറച്ച് നാളുകളായിട്ട്? ഇല്ല, അതെന്താ വെച്ചാൽ നമ്മുടെ ഈ 3 ചെയ്ത അമ്മ വേഷത്തിലൊക്കെ ഒരു ഹ്യൂമർ കിടപ്പുണ്ട്. ഇതിനകത്തൊരു ഹ്യൂമർ കിടപ്പുണ്ട്. കാരണം സഹി കെട്ടിട്ടാണ് അവനെ കടത്താൻ കൂട്ടു നിൽക്കുന്നത്. കാരണം മക്കൾ നന്നാവാൻ വേണ്ടിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, കോമഡി മാത്രം പറയുന്ന ഒരു അമ്മയെ കാണിച്ചു തരാമോ നിങ്ങളുടെ വീട്ടിൽ? അമ്മയ്ക്ക് കോമഡിയുണ്ട്, സങ്കടമുണ്ട്, മക്കൾ നന്നാവുന്നതിന് സന്തോഷമുണ്ട്. ഒരു അമ്മ എന്ന് പറയുമ്പോൾ എല്ലാ വികാരങ്ങളും അടങ്ങിയ ഒരു കഥാപാത്രമാണ്. ആ അമ്മയായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഇനി ഞാൻ മാറ്റിപ്പിടിക്കാം. അല്ല, വരുന്നുണ്ട്. ആക്ച്വലി ഒരുപാട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അമ്മവേഷം എന്നതിലപ്പുറത്തേക്ക് ഡിഫറെൻ്റായ അമ്മവേഷങ്ങൾ ചെയ്യുന്നു, ഡിഫറെൻ്റായ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുന്നുണ്ട്, ദൈവം തരുന്നുണ്ട്, പ്രേക്ഷകർ തരുന്നുണ്ട്. കാരണം പ്രേക്ഷകർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഡയറക്ടേഴ്സിനാണെങ്കിലും വിളിക്കാൻ തോന്നുന്നത്. എന്നിൽ ഉള്ള കഴിവ് കണ്ട് പ്രേക്ഷകർ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് പ്രേക്ഷകരാണ് വലുത്, പിന്നെ ലക്കും ദൈവം.